ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓണേഴ്സ് എന്നുള്ള വീഡിയോ ആണ്. ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സ്. അപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓണേഴ്സ് എല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണം, നമ്മുടെ കീവേഡ്സ് കാണണം, ആളുകൾ സെർച്ച് ചെയ്യാൻ വരണം. ഇതൊക്കെ ഭയങ്കര പ്രൈമറി കൺസേൺ ആയിരിക്കും. പക്ഷേ ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നു, ഇതിൽ എന്താണ് എനിക്ക് ബെനിഫിഷ്യൽ വരുന്നത്, എന്താണ് എൻ്റെ KPI, ഇതൊന്നും കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാത്ത ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നിങ്ങൾ കറൻറ്റ്ലി ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിലും നിങ്ങൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ട്രാക്കിംഗ് പക്ക ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ടൂറിസ്റ്റ് കമ്പനി അല്ലെങ്കിൽ ടൂറിസം അല്ലെങ്കിൽ ഒരു ഏജൻസി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുക. നിങ്ങളൊരു SEO ആണ്, ഗൂഗിൾ ആഡാണ്, സോഷ്യൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് വേണമെങ്കിലും ചെയ്തോളൂ. ഏത് ചാനൽ ചെയ്താലും അതുവഴി നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, ഒരു കോളായിരിക്കാം, ഫോം സബ്മിഷൻ ആയിരിക്കാം, ആളുകൾ വിളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആളുകൾ നമ്മുടെ ഓഫീസിലേക്ക് നേരിട്ട് വരുന്നതായിരിക്കാം. ഇതെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണം. എവിടെ നിന്നാണ്, എന്ത് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ്, ഏത് ചാനലിൽ നിന്നാണ് അവർ വരുന്നതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് കോർ പോയിൻറ്റ്. അപ്പം നമ്മൾ ഏജൻസിനെ ചെയ്യിപ്പിച്ചാലും ഇൻഹൗസ് ചെയ്യിപ്പിച്ചാലും എന്ത് ചെയ്താലും സംഗതി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ ട്രാക്കിംഗ് പക്കയായിരിക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സോഷ്യൽ മീഡിയക്കകത്ത് 50 ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ചെയ്യാൻ കൊടുക്കുകയാണ്, നിങ്ങൾ 10-20 പോസ്റ്റുകൾ ഇടുന്ന ആളായിരിക്കും. ആ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് എക്സ്ട്രാ കയറി, നിങ്ങൾക്ക് എത്ര പോസ്റ്റുകൾ എക്സ്ട്രാ വന്നു, നിങ്ങളുടെ പോസ്റ്റിൽ എത്ര എൻഗേജ്മെൻറ്റ് വന്നു, അല്ലെങ്കിൽ ഇതുവഴി നിങ്ങൾക്ക് എത്ര ലീഡുകൾ കിട്ടി, ഇതാണ് നിങ്ങളുടെ റിസൾട്ട്. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഇപ്പോൾ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം, എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും വന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല, റിസൾട്ടില്ല, അങ്ങനെ പറഞ്ഞ് പ്രശ്നമാണ്. എന്താ കാര്യം? നമ്മൾ ആദ്യം റിസൾട്ട് ഡിഫൈൻ ചെയ്യണം. എന്താണ് നമ്മുടെ റിസൾട്ട് നമ്മൾ ട്രാക്ക് ചെയ്യണം, നമ്മൾ എല്ലാ മാസവും ചെക്ക് ചെയ്യണം എന്താണ് വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബിസിനസ് ഓണേഴ്സ് കുറച്ചൊക്കെ നമുക്ക് ടെക്നിക്കലി അറിയണമെന്ന് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കിപ്പം ബിസിനസ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് കൊടുക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഒരു 10 ലീഡ് ഡെയിലി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മാസം 100 ലീഡ് വരുന്നുണ്ട്. ആ ഒരു മാസം കഴിയുമ്പോൾ 110 ആകണം, അതാണല്ലോ, അല്ലെങ്കിൽ അതിൽ കൂടണം. അത് കൂടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ബിസിനസ്സിന് വിസിബിലിറ്റി ഉണ്ടാവും. എന്തായാലും അതിൽ നിന്നാണോ അതോ ഈ ക്യാമ്പയിൻ ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് അറിയണം. അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. ഇത് സെറ്റ് ചെയ്ത് ഇതുവരെ നിങ്ങൾ അങ്ങനെ മെഷർ ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ മെഷർ ചെയ്യണം. ഇങ്ങനെ മെഷർ ചെയ്താലാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പല ചാനൽസിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിനകത്ത് എല്ലാ ചാനലും എല്ലാവർക്കും പറ്റിയതല്ല. നമ്മുടെ ബിസിനസ്സിന് പറ്റിയ ചാനൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ അതാണ് ഇന്നത്തെ വീഡിയോ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ കമൻറ്റുകൾ ഇട്ടോളൂ. നമുക്ക് അതിൻ്റെ അടുത്ത വീഡിയോ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ട്രാക്കിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കലി അറിയത്തില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ഏജൻസിനോ ഇൻഹൗസിനോ ചെയ്യുന്നതാണെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.